ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവധി ഇല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് ഫഇദാ ഫറഗത ഫൻസബ്, നീ ഒരു കാര്യത്തിൽ നിന്ന് വിരാമം കുറിച്ചാൽ മറ്റൊരു കാര്യത്തിൽ വ്യാപൃതനാവണം എന്നതാണ്. നിസ്കാരം കഴിയുമ്പോൾ സുന്നത്തായ നിസ്കാരത്തിലേക്കും പിന്നെ ദിക്റിലേക്കും ഖുർആൻ പാരായണത്തിലേക്കും അങ്ങനെ അവന്റെ ജീവിതത്തിലുടനീളം യഥാർത്ഥത്തിൽ ആഖിറത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. ഇടമുറിയാതെ അണമുറിയാതെ ഇബാദത്തുമായി വ്യാപൃതനായിക്കൊണ്ടുള്ള ജീവിതമാണ്. പിന്നീട് അവന് ലഭിക്കുന്ന ഒരു ആശ്വാസവും അവധിക്കാലവും അത് അവന്റെ ഖബറാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനയിൽ അതിപ്രധാനമായ ഒരു പ്രാർത്ഥനയായിരുന്നു വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവേ, എല്ലാവിധ ശർറിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നൊക്കെ റാഹത്തായ ഒരിടം ഞങ്ങളുടെ മരണമാക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായി. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയം എന്നതൊരു സാങ്കേതികമായ പ്രയോഗം മാത്രമാണ്. നമുക്ക് ഈ ഭൂമി ലോകത്ത് ലഭിക്കുന്ന ആയുരാരോഗ്യം, ആയുർദൈർഘ്യം, ഇതിനെക്കുറിച്ചൊക്കെ നാളെയുടെ ലോകത്ത് ചോദ്യമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസൂലു ഖദമാ ബിനി ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാതെ നാളെയുടെ ലോകത്ത് ഒരു മനുഷ്യനും ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു അൻ ഉംരിഹി ഫീമാ അഫനാ, അവന്റെ ജീവിതകാലം അല്ലാഹു ഈ ഭൂമി ലോകത്ത് ഒരാൾക്ക് നൽകിയ ആയുഷ്കാലത്തെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. അപ്പൊ അവനവന് ലഭിക്കുന്ന ഏത് സെക്കൻഡുകളെ കുറിച്ചും നാളെയുടെ ലോകത്ത് ചോദ്യമുണ്ട്. അപ്പൊ അതെല്ലാം വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അപ്പൊ നമുക്ക് അല്ലാഹു തആല നൽകിയ ഏത് സമയവും അത് വളരെ വിലപ്പെട്ടതാണ്, ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഒഴിവ് സമയം എന്ന് നാം പറയുന്ന സമയം അത് നമ്മളെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമതാനി മഖബൂലുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്ഹഹത്തു വൽ ഫറാഗ്. 2 നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് പല മനുഷ്യരും അതിൽ വഞ്ചിതരാണ്. പല ആളുകളും അതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് അവന്റെ ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവുമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഞ്ചിക്കപ്പെട്ട വസ്തുക്കളെ കുറിച്ചൊക്കെ പിന്നീട് അവൻ പരിതപിക്കുകയും ഖേദിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. മരണത്തിന്റെ മാലാഖയായ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെയും നിങ്ങളെയും വന്ന് സമീപിക്കുന്ന അവസരത്തിൽ ഓരോരുത്തരും മലക്കിനോട് ആവശ്യപ്പെടുന്നത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. മരണത്തിന്റെ മാലാഖ വന്ന് നമ്മെ വിളിക്കുന്ന അവസരത്തിൽ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് ഖുർആൻ പറയാണ്, റബ്ബേ, എനിക്ക് ഒരല്പം സമയം താമസിപ്പിച്ചു തരണേ, ഞാൻ നല്ല വ്യക്തിയായിക്കോളാം. നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കററതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. പാരിത്രികമായ ലോകത്തെത്തുമ്പോൾ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ, എനിക്ക് വൺ മോർ ചാൻസ്, ഒരു ചാൻസ് കൂടി തരുമോ, എന്നാൽ ഞാൻ നന്നായിക്കൊള്ളാം, നല്ല മനുഷ്യനായി ഞാൻ മടങ്ങി വരാം. പക്ഷെ ചാൻസ് നഷ്ടപ്പെട്ടു, ഇനി തിരിച്ചു കിട്ടില്ല. അപ്പൊ ഏതൊരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സമയം അത് അവന്റെ ഒഴിവ് സമയമായി അവന് തോന്നുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ആഖിറത്തിലേക്ക് ഒരുക്കേണ്ടതും കർമ്മനിരതനാവേണ്ടതും നാളെയുടെ ലോകത്തേക്ക് വേണ്ടി തയ്യാറാക്കേണ്ടതുമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്.